ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു ദുബായ് ട്രിപ്പ് അങ്ങോട്ട് പോകാൻ പോവാണ്. വേറൊന്നല്ല, നമ്മൾ ഷിൻജാനായിട്ടാണ് പോവാണ്. വേറൊന്നല്ല ഗൈസ്, നമ്മളെ ഷിൻജാനക്ക് ഇവിടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് നേരെ ദുബായിക്ക് അങ്ങോട്ട് പോകാൻ വിചാരിച്ച്. വെറുതെ ഇവിടെ ഇരുന്ന് നേരം പോകണ്ടല്ലോ, നമുക്ക് ദുബായിലുണ്ട് പോവാ. അവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് നമ്മൾ റൂമും വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് മെയിനായിട്ട് ഷിൻജാനക്ക് കാണണം എന്ന് പറഞ്ഞത് ബുർജ് ഖലീഫാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ബുർജ് ഖലീഫ എല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. 10 ദിവസമല്ലേ വെക്കേഷന്, നമ്മളവിടെ 10 ദിവസം ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നേരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇനി എയർപോർട്ടിലേക്ക് പോവാം. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ അവിടെ പോവാ, പ്ലെയിൻ കയറി പോവാ. 9 മണിക്കാണ് പ്ലെയിന്. ഇവിടെ ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. 1 മണിക്കൂറും കൂടി ഉണ്ട് ടൈം. എടാ, എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. വേറെ ഒന്നല്ലേ, നമ്മളിന്ന് ദുബായിലോട്ട് പോവാടാ. അതനടാ, നമ്മളിന്ന് ദുബായിലോട്ട് പോവാണ്. നീ പോയി ഡ്രസ്സൊക്കെ മാറ്റി, ഞാനും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. നമുക്കൊരു VIP ലുക്കിലാണ്ട് പോവാ. കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് പോവാ. പിന്നെ ഞാൻ അന്നൊരു കോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്ട് ഇടാ. ഷിൻജാനെ, നീ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ലേ? ഓക്കെ, എന്നാൽ ഞാൻ മാറ്റിയിട്ട് വരാം. ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ലെജൻഡറി കോട്ടും മറ്റേ ഫാൻറ്റും ഉണ്ട്. ഇതിന് ഇവിടെ ഏകദേശം 10,000 രൂപ ഉണ്ട്. ഇവിടെ ആരും എടുക്കാത്തൊരു കോട്ടും ഇതാണ് ഗൈസ്, കോട്ടും ഫാൻറ്റും ആണ്. നമ്മളങ്ങോട്ട് വാങ്ങിച്ച്. എങ്ങനെയുണ്ട് ഗൈസ്? നമുക്കൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ആ മീറ്റപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എടുത്തുവെച്ചതാണ്. ഇപ്പം ഇന്നാണ് ഇടുന്നത്. ഇപ്പോൾ ദുബായിൽ പോകേണ്ടല്ലേ, ഒത്തിരി റിച്ചൊക്കെ ആയിട്ട് പോവാം. ഓക്കടെ ഷിൻജാനെ, വേഗം വായി. നമുക്ക് നമ്മളെ ലംബോർഗിനി എടുത്തിട്ട് എയർപോർട്ടിലോട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് നേരെ പ്ലെയിൻ പിടിച്ച് നമ്മളെ ദുബായിൽ പോയി ഇറങ്ങാം. അവിടെ നമുക്ക് നമ്മളെ മച്ചാന് വണ്ടി ഒരുക്കിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ കറങ്ങാനൊക്കെ ഉള്ള വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവന് റൂമും സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി അവിടെ പോയാൽ മാത്രം മതി. നമ്മൾ പിന്നെ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല ഇവിടുന്ന്, വേറെ ഒന്നുമില്ല. അവിടെ പോയിട്ടാണ് ഡ്രസ്സ് വാങ്ങിക്കുക ഗൈസ്. എന്തിനാണില്ലേ വെറുതെ ഇവിടുന്ന് പറക്കി കൊണ്ടുപോണ്. ഷിൻജാനക്ക് ഒന്നാമതേ പിടിക്കാനൊന്നും വയ്യാത്രേ. ഇപ്പോൾ ലോകം മടിയനാണ്. അതാണ് ഇനി പൈസ പൊട്ടിച്ചിട്ട് അവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ പോണത്. അയ്യോ, ഫസ്റ്റത്തെ റെഡി കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ കഴിഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയുള്ള അവസ്ഥ ഇതൊക്കെ തന്നെ. ഇടിക്കണേന് എണ്ണ ഉണ്ടാവില്ല. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. എന്തൊരു ഇടങ്ങേറാണ് കേസ്. ഇവിടെ വണ്ടി ഓടിക്കൽ ഇത്തിരി ടാസ്ക്കാണ്. ഇത് ഒടുക്കത്തെ ട്രാഫിക്കാണ്. ഈ ചെറിയ റോട്ടിൽ വരെ ഇങ്ങനത്തെ ട്രാഫിക്കാണ്. നമ്മളവിടെ പോലും ഇല്ലാത്ത ട്രാഫിക്കാണ് ഇവിടെ. എന്താ അവസ്ഥ അല്ലേ? നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ പ്ലെയിന് പുറപ്പെടുന്നത്. ഇപ്പം 8:30 അങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ കുറച്ചേരം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. പ്ലെയിന് എന്തായാലുമൊക്കെ സെറ്റ് ആവണ്ടേ. 8:30 എങ്ങാനായിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. ഷിൻജാനെ വാടാ, നമുക്ക് നേരെ ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോവാം. അവിടുന്ന് പ്ലെയിൻ കയറാൻ നേരെ പോവാം. അത്ര മാത്രമേ നമുക്ക് ഇനി ചെയ്യേണ്ടുള്ളൂ. ഇവിടെ ഷിൻജാനെ, നീ വരുന്നില്ലേ? ഇവന് എന്തിയടാ നോക്കട്ടെ. ഇവിടുന്ന് റോഡ് മുറിച്ചെടുക്കണേ, നോക്കണം. അതൊക്കെ ഓനക്ക് അറിയാം ഗൈസ്. കാണാൻ പിടിടാന്നേ ഉള്ളൂ, അല്ലാതെ അറിയാം ചെക്കനിക്ക്. ഓക്കെ, ഇവിടെ എന്തായാലും ഈ വണ്ടി പോട്ടെ. എടാടാ, ബൈക്ക് പോയി അലക്കായിരുന്നു. ഗൈസ്, നമ്മളങ്ങനെ ദുബായിൽ വന്ന് ലാൻഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ചെക്കൻ വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവനാണ് നമ്മളെ മച്ചു. എടാ, പിന്നെ നീ വണ്ടിയൊക്കെ സെറ്റാക്കിയില്ലേ? നമുക്കുള്ള റൂം സെറ്റാക്കിയാ? നിനക്കുള്ള റൂമൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നിന്റെ റൂം ആ ബുർജ് ഖലീഫയിൽ തന്നെയാണ് ഞാൻ സെറ്റാക്കിയത്. എടാ, അജ്ജി സെറ്റ് തന്നെ കേട്ടാ. ഷിൻജാനെ നീ കേട്ടില്ലേ? ഇവൻ പിന്നെ നമ്മളോട് വരില്ല കേട്ടോ. ഇവനക്ക് എയർപോർട്ടിൽ വർക്ക് ആയതുകൊണ്ടേ ഇവനക്ക് ഇതില്ല, ലീവൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടി വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് ഇവനിങ്ങി ഇവിടെ നിൽക്കുള്ളൂ. ഓക്കേടാ, എന്നാ ഞാൻ പോട്ടെ. പിന്നെ കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ദുബായ് സിറ്റിയിൽ വന്ന് പോവാണ്. നമുക്ക് നേരെ ബുർജ് ഖലീഫയ്ക്ക് പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. നമുക്ക് ബുർജ് ഖലീഫ തന്നെ ഫസ്റ്റ് പോയി കാണാൻ. നമ്മളെ റൂമിൽ നമുക്ക് ലാസ്റ്റ് കയറാം. ഓക്കെ, ഇതാണ് നമ്മളെ ദുബായ് ഗൈസ്. ഇതാണ് നമ്മൾ ദുബായ് സിറ്റി. ഇവിടെ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയണല്ലേ, ദുബായിൽ ഒടുക്കത്തെ വെയിലൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മളെ ദുബായിൻ്റെ മാപ്പ്. ഇവിടെ നമ്മൾ ബുർജ് ഖലീഫയുടെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം.
കണ്ട ഗൈസ് അവിടെ കുറേ മണലും ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പന അല്ല മറ്റേ പനയോല അങ്ങനെ എന്തൊക്കെ പറയണ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈന്തപ്പന അങ്ങനെ എന്തൊക്കെ പറയും, അതൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഞാൻ മറന്ന് മറ്റേ ഈത്തപ്പഴമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കണ മരമൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് നേരെ ഇനി ബുർജ് ഖലീഫയുടെ അങ്ങോട്ടേക്ക് പോവാം. ദുബായിൽ വന്ന് ഫസ്റ്റ് ഇടി അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ഈ ഹൈവേ പിടിച്ചാൽ നേരെ ദുബായിലോട്ട് എത്തുമെന്ന് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞല്ല മാപ്പിൽ കാണിക്കണത്. ഓക്കെ ഗൈസ്, നമ്മൾ ബുർജ് ഖലീഫയുടെ അവിടെ എത്താനായിട്ടുണ്ട്. ഇതാ ഗൈസ്, നമ്മൾ ബുർജ് ഖലീഫ എത്തി. ഞാൻ വണ്ടി ഇതാടാ ബുർജ് ഖലീഫ. ഷിൻജാനെ നോക്കിയേ, അതെന്നടാ ഇതിന്റെ മേലക്കൊന്നും മര്യാദക്ക് നോക്കാൻ തന്നെ പറ്റുന്നില്ല ഗൈസ്. കണ്ണീക്ക് വെയിലടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഇതൊന്ന് മൊത്തം കാണിച്ചു തരാം ഈ ബുർജ് ഖലീഫ. ഇക്ക് തോന്നണില്ല വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നു. ഇക്കന്നെ മര്യാദക്ക് മേലോട്ട് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും. ഇവിടുന്ന് ഇനി ഓടിയിട്ട് ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നാലേ ഇതിന്റെ വ്യൂ ഒരു ഏകദേശം വ്യൂ ഒക്കെ എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതാ ഇപ്പൊ എനിക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നുണ്ടാവും, ബാക്കി കാണൂല്ല. കണ്ട ആകാശം മൂടി, മേഘങ്ങളൊക്കെ മൂടിയിരിക്കാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ തന്നെ നിന്ന് കാണാൻ പറ്റുള്ളൂ. എന്നാലും വേറെ ലെവലായിട്ടുണ്ട് ഗൈസ്. ആദ്യമായിട്ട് നമ്മളെ ബുർജ് ഖലീഫൊക്കെ കണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒരു ബോട്ട് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ആരോ നിർമ്മിച്ചൊരു ബോട്ട് ഉണ്ട്, അത് കാണാം. നമുക്ക് എങ്ങനെയാണ് ഗൈസ് ഇങ്ങോട്ട് വഴി ഒക്കെ അങ്ങനെ കയറി പോകേണ്ടി വരും. നമുക്ക് അങ്ങനെ കയറിയിട്ട് ഇതിന്റെ ആ ബോട്ടിന്റെ ഉള്ളിലോട്ട് കയറാം. നമ്മളെ ഷിൻജാനെ ശ്രദ്ധിക്കണം, ആ പഹേനെ കണ്ടിട്ടില്ലെങ്കിൽ സീനാവും. സംഭവം ഇവിടെ നമ്മൾ വെക്കേഷന് വന്നതാ. നമ്മളെ സിറ്റിയും കൂടി അല്ലേ ഇത്, നമ്മളെ നാടും കൂടി ഇല്ല. എനിക്ക് അറിയും കൂടി ഇല്ല ദുബായിൽ എവിടെ എങ്ങനെ തോന്നുന്നു. ഇതൊക്കെ ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ വരുന്നത് തന്നെ. കണ്ട ഇവിടെ ഈ ബോട്ട് ഇതാണ്. ഇതൊക്കെ തോന്നുന്നു ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി വെച്ചിട്ടുള്ളത് തോന്നുന്നു. പിന്നെ അവിടെ കയറിനോട് തന്നെ 2 തലോട്ടിമ്മലെ അല്ല മറ്റേ തലോട്ടിമ്മ തീ കത്തിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഒരു ഹോട്ടലിന്റെ റൂം. കണ്ട ഇവിടെ തലോട്ടിമ്മ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല, വെറുതെ വല്ല ലുക്ക് കിട്ടാനായിരിക്കും. ഇവിടെയും വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ട ഈ ഒരു ഹോട്ടലിന്റെ എൻട്രൻസിന്റെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണാവോ എന്തോ. ഈ ഹോട്ടലിൽ ക്ലോസ്ഡാ തോന്നുന്നു, ഇത് തുറക്കണമൊന്നുമില്ല. നമുക്ക് ഇതെന്ത് പാർക്കെല്ലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഇതും വലിയൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ദുബായിൽ വലിയ ബിൽഡിങ്സ് ഹോട്ടലാണ് തോന്നുന്നു കൂടുതലും. ഗൈസ് നമ്മളെ മറ്റേ വണ്ടി ഓൻ കൊണ്ടുപോയിട്ടോ. ഓന് ഈ വണ്ടിയാണ് നമുക്ക് തൽക്കാലത്തിൽ തന്നത്. ഓനക്ക് ആ വണ്ടി വേറെ ഇവിടെ കൊണ്ട വണ്ടി ഇത്ര, അതുകൊണ്ട് ഈ വണ്ടി നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ഷിൻജാനൊക്കെ ആയിട്ട് കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടാ. അപ്പോൾ വയ്യ ഗൈസ്, അതൊന്നും വീഡിയോയിൽ കാണിച്ചില്ല. സംഭവം ഇവിടെ ഇതാ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണിക്കാവുന്ന. വീഡിയോ നല്ല ലെങ്ത് ആവും. അതാണ് ഞാൻ ഷിൻജാനും കൂടി കുറെ കറങ്ങി കണ്ടിട്ടൊക്കെ വരികയാണ്. ഇനി നമുക്ക് നമ്മളെ റൂമിൽ പോയി കെടുക്കുക ഗൈസ്. കുറച്ചേരൊക്കെ ഒന്ന് കെടുക്കണം പോയിട്ട്. വയ്യ എവിടെയൊക്കെ കറങ്ങി. ഷിൻജാന് ആകെ ക്ഷീണിച്ചിട്ട് വണ്ടി കിടന്ന് ഉറങ്ങി. ഇവിടെ എന്തെങ്കിലും നല്ല നമ്മൾ വെക്കേഷന് വന്നത് മുതലായിട്ടുണ്ട്. ദുബായിൽ ഇനിയും സ്ഥലങ്ങൾ കാണാൻ കെടുക്കുകയാണ്. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഇനിയുണ്ട്. ഓക്കെ, നമ്മളെ ബുർജ് ഖലീഫയുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. ഇവിടെ വണ്ടിക്കള്ളന്മാരൊന്നും ഇല്ല, ദുബായാണ് ഗൈസ്. വണ്ടി അങ്ങനെ കള്ളന്മാരൊന്നും കൊണ്ടുപോകില്ല. ഇവിടെ സെക്യൂരിറ്റി പോലും വേണ്ട. വണ്ടിയുടെ മേലെ ഇനി കീ വെച്ച് പോയാലും ഒരാൾ എടുത്തുകൊണ്ടുപോകില്ല. ഓക്കെ, ഇനി ഞാൻ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളെ ബുർജ് ഖലീഫയിലെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെ എനിക്കും ഷിൻജാനക്കും കിടക്കാൻ വേണ്ടി ഒരു ബെഡ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ബെഡ് മതി. അവന് എൻ്റെ അടുത്താണ് കിടക്കുന്നത്. നമ്മൾ 2 ആളുള്ളതുകൊണ്ടായിരിക്കും അവന് 2 ബെഡുള്ള റൂം സെറ്റാക്കി ഉണ്ടാവുക. പിന്നെ അവിടെ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൻറ്റേജ് ടി വി ആണ് ഗൈസ് തോന്നുന്നു. കുറച്ച് വിൻറ്റേജ് പിടിച്ചതാവും അവന്മാര്. പിന്നെ കയറി വരുന്നോണ്ട് തന്നെ നമുക്കൊരു ബാത്റൂമും ഉണ്ട്. പിന്നെ ഡ്രസ്സ് മാറാനുള്ള റൂമൊന്നും ഇല്ലടേ. ഇത്രക്കും ദാരിദ്ര്യമാണ് ഇതിനുള്ളിൽ. എനിക്ക് തോന്നുന്നു കുറേ റൂമൊക്കെ ഉള്ളതല്ലേ നമ്മളെ ബുർജ് ഖലീഫയുടെ ഉള്ളിൽ. അതുകൊണ്ട് തട്ടിക്കുട്ടി എടുത്തതൊക്കെ ആയിരിക്കും. തട്ടിക്കുട്ടിയല്ല, മാക്സിമം സ്പേസ് കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. അത്യാവശ്യം മേലക്കുള്ള ബിൽഡിങ്സ് അല്ലേ, അതുകൊണ്ട് ഓവർലോഡ് കൊടുക്കാണ്ടിരുന്നതാവും. അപ്പോൾ ഇനിയൊന്ന് കുറച്ചേരൊക്കെ എടുക്കണം ഗൈസ്. അപ്പോൾ ഇതുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.